എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർവമായ, ബൾട്ടി, ദുരന്തർ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ചാമ്പ്യൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. അനശ്വരടക്കം ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ദുൽഖർ കാമിയോ റോളിൽ വന്ന സിനിമയാണ് ചാമ്പ്യൻ. ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുകയാണ്. മലയാളം ഭാഷയിലും സിനിമ വരുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പാതിരാത്രി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ ഷാഹിർ നായകനായ സിനിമയാണ് പാതിരാത്രി. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. നവ്യ നായരാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ പാതിരാത്രി സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. പാതിരാത്രി സിനിമ ഫെബ്രുവരിയിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബേബി ഗേൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളിയുടെ അടുത്തൊരു സിനിമയായിരുന്നു ബേബി ഗേൾ. എന്നാൽ സിനിമയ്ക്ക് മിക്സഡ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ കളക്ഷൻ തിയേറ്ററിൽ നിന്ന് ലഭിച്ചില്ല. ഇപ്പോഴിതാ ബേബി ഗേൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സോണി ലീവ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ബേബി ഗേൾ റിലീസാവുന്നതിന് മുൻപ് തന്നെ സിനിമയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് ബേബി ഗേളിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വാത്യാർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കാർത്തികാണ് സിനിമയിലെ നായകൻ. ഈ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം, തമിഴ് തുടങ്ങി എല്ലാ ഭാഷകളിലും വാത്യാർ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ദുരന്തർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് 1000 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ദുരന്തർ. ഒരുപാട് പേരെ കാത്തിരിക്കുന്ന സിനിമയാണ് ദുരന്തർ. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ജനുവരി മാസം 30-ന് ദുരന്തർ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മലയാളം ഭാഷയിലെ സിനിമ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ചത്തപ്പച്ച എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി കാമിയോ റോളിൽ വന്ന സിനിമയാണ് ചത്തപ്പച്ച. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് വരുന്നത്. ഒരു ബോക്സിങ്ങിൻ്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് ചത്തപ്പച്ചയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസണക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് 3 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നിവിൻ പോളി, മമിത ബൈജു തുടങ്ങി ഒരുപാട് പേര് രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി രാമചന്ദ്ര OTTയിൽ വരും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷേനിക നായകനായ സിനിമയാണ് വേല. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ വേല സിനിമയുടെ OTT വരാൻ പോവുകയാണ്. സിനിമ റിലീസായിട്ട് 3 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈം വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തിലാണ് വേല സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് ബൾട്ടി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെ OTT വന്നിട്ടില്ല. സർപ്രൈസ് ആയിട്ടായിരിക്കും ബൾട്ടി സിനിമ റിലീസാക്കുന്നതെന്നാണ് റിപ്പോർട്ട്. മികച്ച ആക്ഷൻ രംഗങ്ങളാണ് ഷേനികം സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. തമിഴിലും സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ബൾട്ടി സിനിമ ഫെബ്രുവരി മാസത്തിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. എന്നിട്ടും ആരാധകർ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മാത്യു തോമസ് ആണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ഫെബ്രുവരി മാസത്തിലായിരിക്കും നൈറ്റ് റൈഡേഴ്സിൻ്റെ OTT റിലീസ് എന്നാണ് റിപ്പോർട്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ സിനിമയ്ക്ക് ശേഷമായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി വന്നത്. നിഖില വിമലാണ് സിനിമയിലെ നായിക. നല്ലൊരു കോമഡി മൂവി. ഇപ്പോഴിതാ ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. 2025-ലായിരുന്നു സിനിമ റിലീസായത്. അടുത്ത മാസം ഫെബ്രുവരിയിലായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി OTTയിൽ വരുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് സർവമായ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് സർവമായ. 140 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് സർവമായ. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലാണ് OTT റിലീസ്. 7 ഭാഷയിലായിട്ടാണ് സർവമായ OTTയിൽ വരുന്നത്. ഒരുപാട് പേര് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ജനുവരി 30-നാണ് സർവമായയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ഹോട്ട്സ്റ്റാറിൽ സർവമായ OTT റിലീസുണ്ട്. വേറെയും ഒരുപാട് സർപ്രൈസ് സിനിമകൾ ഇന്ന് രാത്രി വരാൻ സാധ്യതയുണ്ട്. അടുത്ത മാസത്തിലും ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് ഇനി കാത്തിരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.